ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 2 ആണ്. മലേഷ്യൻ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബാത്തു കേവ് കാണാൻ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഒരു തമിഴ്നാട്ടിലേക്ക് പോയൊരു ഫീലാണ് തോന്നുന്നത്. എന്താന്ന് വെച്ചാൽ റോഡിൻ്റെ സൈഡിൽ നിറച്ചും പൂക്കൾ ഇങ്ങനെ പൂമാല കെട്ടിയിട്ടും നല്ല പൂക്കളൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലം കാണുമ്പോൾ ശരിക്കും നമ്മുടെ തമിഴ്നാട്ടിലേക്ക് പോയ പോലെ, തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിലേക്ക് പോയ പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ബാത്തു കേവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 400 ദശലക്ഷം പഴക്കമുള്ള ചുണ്ണാമ്പ് പാറകൾ കൊണ്ട് നിർമ്മിതമായ ഒരു ക്ഷേത്രമാണ് ഈ ബാത്തു കേവ് എന്ന് പറയുന്നത്. ഇതിന്റെ 2 സൈഡിലായിട്ട് 2 അമ്പലങ്ങളുണ്ട്. അതിൽ ഈ അമ്പലം ഞങ്ങൾ ചെന്ന സമയത്ത് പൂട്ടിക്കിടക്കിയിരുന്നു, കാരണം ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയില്ല. പിന്നെ അവിടെ നല്ല ചൂടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അഥവാ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഒന്നെങ്കിൽ നേരത്തെ പോവുക, അതല്ലെങ്കിൽ നേരം വൈകിട്ട് പോവുക. 5:30 മുതൽ രാത്രി 9 മണി വരെ അവിടെ ഓപ്പൺ ആണ്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് പോവാണ് നല്ലത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മുരുകൻ സ്റ്റാച്ചു ആണ്. ഇത് തമിഴ്നാട്ടിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും കുടിയേറിയ മലേഷ്യൻ തമിഴരാണ് ഈ വിഗ്രഹം നിർമ്മിച്ചത്. ഇത് 2004 സ്റ്റാർട്ട് ചെയ്തിട്ട് 2006 ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇതിന് 141 അടി ഹൈറ്റ് ഉണ്ട്. 300 ലിറ്റർ ഗോൾഡ് പെയിന്റ് ആണ് ഇതിന്മേ അടിച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്കിനി ഈ സ്റ്റെയർ കേസ് കയറാൻ പോവാം. ഈ സ്റ്റെയർ കേസ് കയറിയാലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അമ്പലം കാണാൻ പറ്റുക. ഈ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് 272 സ്റ്റെപ്പുകളാണ് ഇതിനുള്ളത്. നല്ല ഭംഗിയുള്ള സ്റ്റെയർ കേസ് ആണ്, നല്ല കളർഫുൾ സ്റ്റെയർ കേസ് ആണ്. എന്ത് ഭംഗിയെ കാണാൻ നോക്കിയേ, എന്ത് നല്ല കളേഴ്സാണ് കൊടുത്തുള്ളത്. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നിറയെ കുരങ്ങന്മാരുണ്ട്. നമ്മളെ നന്നായിട്ട് ശല്യം ചെയ്യുന്നുണ്ട് ആ കുരങ്ങന്മാർ. അത് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കയ്യിലുള്ള സാധനങ്ങളൊക്കെ പറിച്ചുകൊണ്ട് പോകും, മാന്തും കടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർ. അങ്ങനെ നമ്മൾ ആ സ്റ്റെയർ കേസ് കയറി വന്ന ആദ്യമായി ഈ ഒരു കവാടാണ് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റെയർ കേസ് ഇറങ്ങണം. സൈഡിലൊക്കെ ഷോപ്പുകളുണ്ട്. അവിടേക്കുള്ള എല്ലാ ഷോപ്പുകളിലും തമിഴന്മാരെയാണ് കൂടുതലായിട്ട് കാണുന്നത്. ശരിക്കും ആ ഒരു ഏരിയ ശരിക്കും തമിഴ്നാട്ടിൽ പോയ പോലെ തന്നെയാണ്, തമിഴന്മാരുടെ ഒരു ഏരിയ ആയിട്ടാണ് തോന്നിയത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല ഭംഗിയാണ് ഈ ഗുഹ കാണാൻ. പിന്നെ നല്ല തണുപ്പും. പിന്നെ നമ്മൾ ഇത്രയും ഈ സ്റ്റെയർ കേസ് കയറി വന്നതിൻ്റെ ഒരു ക്ഷീണം അതിൻ്റെ മുകളിൽ പോയാൽ തോന്നില്ല, കാരണം നല്ല തണുപ്പ്, ഒരു പ്രത്യേക തരം ഒരു സുഖം. എങ്ങനെയാ അത് പറയാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ അവിടെ പോയാലേ അത് ശരിക്കും ഫീൽ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഇതാണ് ഇവിടുത്തെ മെയിൻ ടെമ്പിള്. 1890 ഈ മുരുകൻ സ്വാമിയെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഇന്റീരിയർ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ചെയ്തത് കാണാൻ. മുരുകൻ സ്വാമി ആയതുകൊണ്ട് തന്നെ ഫുള്ള് മയിലാണ്, അതും കളർഫുൾ പെയിന്റാണ് ഇതിനെല്ലാം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു കളർഫുൾ ടെമ്പിൾ എന്ന് പറയാം. അങ്ങനെ നമ്മൾ ഇവിടേക്ക് തൊഴുത് കഴിഞ്ഞു. പിന്നെ ഇവിടെ വീഡിയോ എടുക്കാൻ പാടുമോ എന്താണെന്നുള്ളത് എനിക്ക് ശരിക്കും അറിയണ്ടായിരുന്നില്ല, കാരണം ഞാൻ വല്ലാതെ ഫോക്കസ് ചെയ്തില്ല. ജസ്റ്റ് ഒരു വീഡിയോ കൊണ്ട് എടുത്തത്. പ്രതിഷ്ഠയൊന്നും ശരിക്കും ഫോക്കസ് ചെയ്തിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി അവരേന്ന് ചീത്ത കേൾക്കുക എന്താണെന്ന് അറിയില്ലല്ലോ, അമ്പലക്കല്ലേ, അങ്ങനെ വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് തൊഴുതിറങ്ങി. പിന്നെ അതാ കാണുന്ന കുറച്ച് സ്റ്റെപ്പുകൾ, ആ സ്റ്റെയർ കേസും കൂടി കയറിയിട്ട് ഒരു സ്ഥലത്തേക്ക് അങ്ങനെ പോകാനുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യമൊന്നും ഞെട്ടി. എന്നാലും പിന്നെ കുറച്ചല്ലേ ഉള്ളൂ, ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, ഞാൻ അവിടെ കയറാതെ പോണേ ഒരു വിഷമാവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് കയറി. കുഴപ്പമൊന്നും ഉണ്ടായില്ല, കയറിയത് നന്നായി എന്ന് തോന്നി. കാരണം നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ പാറകൾ കാണാൻ. നമ്മുടെ ഈ മെഴുകുതിരിയൊക്കെ ഉരുകി ഒഴുകില്ലേ, അതേപോലെയാണ് ഈ പാറകൾ ഉണ്ടായിരുന്നത്. ഒരു പ്രത്യേക ഭംഗി. മുകളിൽ നോക്കി ആകാശം കാണാൻ പറ്റുമായിരുന്നു കേട്ടോ അവിടെ നിൽക്കുമ്പോൾ. അത് ഞാൻ ശരിക്കും എടുത്തില്ല, പക്ഷെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ വീഡിയോയിൽ ഇങ്ങനെ ചെറുതായിട്ട് കാണാനുണ്ട് ആകാശം. പിന്നെ ഇവിടെ മുകളിൽ 2 ചെറിയൊരമ്പലം, ഒരു വലിയൊരമ്പലം പോലെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തൊഴുതിറങ്ങി. താഴെ 2 അമ്പലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതിൽ ഒരമ്പലത്തിൽ ഞങ്ങൾ കയറി. അതിൻ്റെ ഉൾഭാഗമാണിത്. ഇതെനിക്ക് ശരിക്കും എടുക്കാൻ പറ്റിയില്ല, അവർ നട അടയ്ക്കുന്ന ടൈമായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തൊഴുതിറങ്ങി. അങ്ങനെ ഞങ്ങൾ ബാത്തു കേവ് ഒന്ന് ഇറങ്ങി. ഉച്ചയായി, ഇനി ലഞ്ച് കഴിക്കണം. പിന്നെ ഞങ്ങൾ മുന്നേ ഉണ്ടായിരുന്ന റൂം വെക്കേറ്റ് ചെയ്തു, പുതിയ റൂം ചെക്ക് ഇൻ ചെയ്യണം. അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം. ലഞ്ചിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് പുതിയ റൂമിലേക്ക് വന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ഞാൻ പരമാവധി നോക്കി ഒറ്റ വീഡിയോയിൽ ഒതുക്കാനായിട്ട്, പക്ഷെ പറ്റണില്ല, ലോങ് ആയി പോവാണ്. അപ്പോൾ ഇനി പാർട്ട് 2 ആയിട്ട് വരാം. ഓക്കെ, ബൈ.